സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ ഹരികുമാറാണ്. സാർ സ്വാഗതം. നമസ്തേ. സാറേ, നമ്മുടെ ഇന്ത്യയുടെ ഒരു സൈനിക ചരിത്രം വെച്ച് നോക്കിയാൽ പഴയകാല യുദ്ധങ്ങൾ, ഇപ്പോൾ കാർഗിൽ പോലെയുള്ള യുദ്ധങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഈ ഇസ്രയേൽ നിർമ്മിത ഡ്രോണുകൾ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ കൊണ്ടുവരുന്നതൊക്കെ വലിയ പ്രാധാന്യത്തോടെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ കഥ മാറുകയാണ്. ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ നിർമ്മിത ഡ്രോണുകൾക്ക് വലിയ ഡിമാൻഡ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നു എന്ന് കേൾക്കുന്നു. ഇന്ത്യൻ നിർമ്മിത കാൽ എന്ന ഡ്രോണിനെ കുറിച്ച് ഗൾഫിൽ നിന്ന് അന്വേഷണങ്ങൾ വരുന്നു എന്ന് പറയുന്നു. എത്രത്തോളം അത് വാസ്തവമാണ്? അതിന്റെ സാധ്യതകൾ എത്രത്തോളമാണ് സാർ? ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾക്ക് ഇന്ന് ലോകമെമ്പാടും വലിയ ഡിമാൻഡ് ഉണ്ട്. നമ്മൾ തന്നെ അത് അതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ നമ്മൾ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ബ്രഹ്മോസ് മിസൈല് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങൾ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, 3-4 രാജ്യങ്ങൾ, ഇപ്പൊ ആദ്യം അത് വാങ്ങിച്ചത് ഫിലിപ്പൈൻസ് ആണ്, പിന്നെ വിയറ്റ്നാം, ഇന്തോനേഷ്യ, പല രാജ്യങ്ങൾക്ക് ഇപ്പൊ അത് താല്പര്യമുണ്ട്. അത് UAE താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു. അതിനുശേഷം നമ്മുടെ നിരവധി ആയുധങ്ങൾ വാങ്ങിക്കുന്ന കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങള്, പ്രത്യേകിച്ച് അർമീനിയ, യുക്രൈനിൽ വരെ ഇന്ത്യൻ ആയുധങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് പിന്നെ അത് പറയുന്നത്. ഇസ്രായേല് അവരുടെ അമ്മ്യൂണിഷൻ വലിയ രീതിയിൽ ഇന്ത്യയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അമേരിക്കയും വാങ്ങിക്കുന്നുണ്ട് അമ്മ്യൂണിഷൻ. അതായത് ഞാൻ ഉദ്ദേശിച്ചത് പീരങ്കി ഷെല്ലുകൾ തൊട്ടുള്ള അതുപോലുള്ള പിന്നെ കേസിങ്സ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ആയുധങ്ങൾക്കും ലോകമെമ്പാടും ഇന്ന് ഡിമാൻഡുണ്ട്. അപ്പോ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വാർത്ത, ഇന്ത്യയുടെ കാൽ എന്ന് പറയുന്ന KAL എന്ന കാൽ, ആ ഡ്രോണിന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അന്വേഷണം എത്തിയിരിക്കുന്നുവെന്ന് ആ ഡ്രോണിന്റെ നിർമ്മാതാക്കളായിട്ടുള്ള IG ഡിഫൻസ്, ഇത് ഒഡീഷ ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയാണ്, അവരാണ് ഈ വിവരം പുറത്തുവിട്ടത്. ഇത് ഇറാന്റെ ഷഹീദ് ഡ്രോണിന് സമാനമായിട്ടുള്ള ഒരു ഡ്രോണാണ്. അതായത് 1000 കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് ഉള്ള ഒരു ഡ്രോണാണ് ഈ കാല്. ഇതിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, ഇതൊരു ഏറ്റവും ആധുനികമായിട്ടുള്ള ഗൈഡൻസ് സിസ്റ്റം, അത് ഇപ്പോ ഇത്തരം ഡ്രോണുകളിൽ വലിയ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ അതാണ് ഇതിനെ ആകർഷണീയമാക്കുന്നത്. കൃത്യമായിട്ട് ലക്ഷ്യസ്ഥാനം കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ അവിടെ ചെന്ന് ലക്ഷ്യസ്ഥാനത്തെ പൂർണ്ണമായിട്ടും ആക്രമിക്കാനുമുള്ള ശേഷിയാണ് അത്. ഇതിന്റെ ഗൈഡൻസ് സിസ്റ്റമാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ആകർഷണീയമാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, ഇതിന് ഷഹീദിനേക്കാൾ കൂടുതൽ പേലോഡ്, സ്ഫോടക വസ്തുക്കൾ വഹിക്കാനുള്ള ശേഷിയുമുണ്ട്. സാധാരണ ഷഹീദ് ഡ്രോണിന് 30 കിലോഗ്രാം വാർഹെഡ് ആണ് അതിലുള്ളത്. പക്ഷേ കാൽ ഡ്രോണിന് 50 കിലോഗ്രാം വാർഹെഡ് വഹിക്കാനുള്ള ശേഷിയുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ച്, ഇതിന്റെ സ്പെസിഫിക്കേഷൻസിനെ കുറിച്ചും ഒക്കെ അതുപോലെ ഇത് മറ്റ് ഡ്രോണുകളുമായിട്ട് താരതമ്യപ്പെടുത്താം. എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകതകൾ, ഇതെല്ലാം നമുക്കൊന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ആദ്യമായിട്ട്, ഇത് ഒരു സൂയിസൈഡ് ഡ്രോൺ, കാമിക്കാസെ എന്ന് പറയുന്ന ഡ്രോണിന്റെ കാറ്റഗറി പെടുന്ന ഒരു ഡ്രോണാണ്. അതായത് ഇത് ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് ഇടിച്ചിറങ്ങി ഈ ഡ്രോണും പൊട്ടിത്തെറിക്കും, ലക്ഷ്യസ്ഥാനവും നശിപ്പിക്കും. അതിനാണ് ചാവേർ പടയാളികളെ പോലെ തന്നെ സ്വയം മരിച്ചുകൊണ്ട് മറ്റൊരാളെ അല്ലെങ്കിൽ തങ്ങളുടെ എതിരാളികളെ ലക്ഷ്യസ്ഥാനത്തെ ഇല്ലാതാക്കുന്ന ഒരു ഡ്രോണാണ് കാൽ. ഇത് സ്റ്റാൻഡ് ഓഫ് വെപ്പൺ എന്നുള്ള നിലയിൽ, അതായത് ദീർഘദൂര ആയുധം എന്നുള്ള നിലയിൽ വളരെ ദൂരത്ത് നിന്നും പ്രയോഗിക്കുകയും, അങ്ങനെ ഇത് പ്രയോഗിക്കുന്ന സ്ഥലത്തിന് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതായത് സാധാരണഗതിയിൽ ഒരു ആയുധം നമ്മൾ പ്രയോഗിച്ചാൽ ശത്രു, ഇപ്പം ഒരുപാട് വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാറുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഭൂമിയെ നിരീക്ഷിക്കുന്ന ഉപഗ്രഹങ്ങളുണ്ട്. ഇതിലൊക്കെ കൂടി കൃത്യമായിട്ടും ഇതിന്റെ ഉത്ഭവസ്ഥാനത്തെ കുറിച്ച് ശത്രു മനസ്സിലാക്കുകയും ആ ഉത്ഭവസ്ഥാനത്തിന് നേരെ ശത്രുവിന്റെ ആക്രമണം, തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും. അപ്പോ അതിനാൽ തന്നെ ഈ ഒരു 1000 കിലോമീറ്റർ ഒക്കെ അപ്പുറം ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇത് സാധാരണഗതിയിൽ ഒരു 500 കിലോമീറ്റർ വരെയുള്ള സ്റ്റാൻഡ് ഓഫ് വെപ്പൺസിന്റെ കാര്യത്തിലാണ് ഈ തിരിച്ചടിക്ക് കൂടുതൽ സാധ്യതയുള്ളത്. 1000 കിലോമീറ്റർ അകലെ നിന്ന് ഒരു ഡ്രോൺ പ്രയോഗിക്കുന്നു, 1500 കിലോമീറ്റർ അകലെ നിന്ന് പ്രയോഗിക്കുന്നു, 2000 കിലോമീറ്റർ, ഇതൊക്കെ തന്നെ പിന്നെ തിരിച്ചടി ഏതാണ്ട് അസാധ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല.
അതാണ് ഇത്തരം സ്റ്റാൻഡ് ഓഫ് വെപ്പൺസിന്റെ ഒരു പ്രത്യേകത. ഇത് 7-8 മണിക്കൂർ 8 മണിക്കൂർ തുടർച്ചയായിട്ട് പറക്കാനുള്ള ഇന്ധനം ഇതിനകത്തിലുണ്ടാകും. അത് ഇതിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അതുപോലെ ഇലക്ട്രോണിക് വാർഫെയറിനെ നേരിടാനുള്ള സംവിധാനമുണ്ട്. അതായത് ജാമിങ് ഒക്കെ നടത്തിയിട്ട് ഇതിനെ തടയാം എന്ന് വിചാരിച്ചാൽ, കാരണം ഇതിനെ ജാം ചെയ്താൽ പോലും ഈ താഴെയുള്ള പ്രദേശങ്ങളുടെ 3D ഫോട്ടോഗ്രാഫ് സ്വയം നിർമ്മിച്ചിട്ട് അതിലെ ലാൻഡ്മാർക്കുകൾ ഇതിൽ ഫീഡ് ചെയ്തിരിക്കും. ആ ലാൻഡ്മാർക്കുകൾ തിരിച്ചറിഞ്ഞ് ഇത് കൃത്യമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരേ സമയം പലതരം ഗൈഡൻസ് സിസ്റ്റം ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതിന്റെ ഒന്ന്, ഈ ഗൈഡൻസ് സിസ്റ്റം എപ്പോഴും പ്രധാനമാണ്. ഈ ഒരു ഡ്രോണിന് എത്ര ദൂരം സഞ്ചരിക്കാനുള്ള ശേഷി ഉണ്ടെങ്കിലും അതിന്റെ ഗൈഡൻസ് സിസ്റ്റം പ്രോപ്പർ അല്ലെങ്കിൽ, ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, ഈ ഷഹീദിന്റെ ഒരു പരിമിതിയായിട്ട് പറയുന്നത്, ഷഹീദ് ഡ്രോണിനെ GPS അല്ലെങ്കിൽ പരമ്പരാഗത ആ സാറ്റലൈറ്റ് നാവിഗേഷൻ ടൈമിംഗ് പൊസിഷൻ സിസ്റ്റം വെച്ചിട്ട് മാത്രമേ ഷഹീദിന് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ അതിനെ അപ്പൊ അങ്ങനെയുള്ള ഡ്രോണുകൾ ഇലക്ട്രോണിക് യുദ്ധം കൊണ്ട് അതിനെ തടയാൻ പറ്റും. അതായത് അതിന് നേരെ അതിനേക്കാൾ ശക്തമായിട്ടുള്ള സിഗ്നലുകൾ അയച്ചു കഴിഞ്ഞാൽ ഇതിനുള്ളിലെ റിസീവറുകൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അങ്ങനെ ഈ ഇലക്ട്രോണിക് യുദ്ധത്തിലൂടെ ഇതിന്റെ നാവിഗേഷൻ സിസ്റ്റത്തിനെ അട്ടിമറിച്ച്, ഇതിപ്പം കറാച്ചിയിലോട്ട് പോകേണ്ട ഡ്രോണ് ഇസ്ലാമാബാദിലോട്ട് പോകും. അത്തരം ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അത് സംഭവിക്കാതിരിക്കാനാണ് ഒരേ സമയം പല രീതിയിലുള്ള ഗൈഡൻസ് സിസ്റ്റം പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മിസൈല് അല്ലെങ്കിൽ ഒരു ഡ്രോണ് ഒക്കെ നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പൊ ഇത് അത്തരം സംവിധാനങ്ങളുള്ള ഗൈഡൻസ് സിസ്റ്റം ഇതിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ വാർഹെഡ്, ആ വാർഹെഡ് 50 കിലോഗ്രാം സ്ഫോടക ശേഷിയുള്ള വാർഹെഡ് എന്ന് പറയുമ്പോൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനം, അതും അല്ലെങ്കിൽ റഡാർ ബാറ്ററികൾ, ഇതൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് നശിപ്പിക്കാനും മാരകമായ ഒരു പ്രഹരശേഷിയാണ് 50 കിലോഗ്രാമിന്റെ സ്ഫോടക വസ്തു. നേരെ മറിച്ച് 20-30 ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിന് വരുത്താവുന്ന നാശനഷ്ടങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറത്തോട്ട് നാശനഷ്ടം വരുത്താൻ ആ വാർഹെഡുകൾക്ക് കഴിയില്ല. അപ്പൊ കൂടുതൽ ഭാരം വഹിച്ചാലും വേഗത നഷ്ടപ്പെടാതിരിക്കാനും ഏതാണ്ട് മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗത എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് വേഗതയുണ്ട്. അവിടെയും ഷഹീദിന് 150 കിലോമീറ്റർ ആണ്. ഇത് 200 തൊട്ട് 220 കിലോമീറ്റർ വരെ മണിക്കൂറിൽ വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റും. പിന്നീട് ഇതിന്റെ ആൽഗരിതം എന്ന് പറയുന്നത് പിന്നെ സാധാരണ ഇത് ഒരുപാട് ആധുനിക കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രങ്ങൾ വഴി ബന്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, ഇത് ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ആദ്യം പറഞ്ഞ GPS, അതായത് ഗ്ലോബൽ നാവിഗേഷൻ സിസ്റ്റങ്ങളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ, അതിപ്പോ ജാമിങ്ങോ സ്പൂഫിങ്ങോ മാത്രമാകണമെന്നില്ല, സിസ്റ്റത്തിന്റെ എന്തെങ്കിലും പ്രത്യേകതകൾ കൊണ്ടോ അതല്ലെങ്കിൽ സിഗ്നൽ കിട്ടാതെ വരുമ്പോഴോ ഏറ്റവും അടുത്തുള്ള നമ്മുടെ വിക്ഷേപിക്കുന്ന രാജ്യത്തിന്റെ തന്നെ ഉള്ള ഒരു റഡാർ കേന്ദ്രവുമായിട്ട് ഇത് ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യും. അങ്ങനെ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഇതിന് എന്തെങ്കിലും കാരണവശാൽ ഇതിന്റെ നാവിഗേഷൻസോ ഗൈഡൻസ് സിസ്റ്റത്തിനോ പരിമിതി ഉണ്ടെങ്കിൽ ആ പരിമിതി അതിന് മറികടക്കാൻ പറ്റും. ചിലപ്പോ ഒരുപക്ഷെ ഒരു അവാക്സ് വിമാനമായിരിക്കാം ഉള്ളത്, ആകാശത്തിൽ പറക്കുന്ന, അതല്ലെങ്കിൽ സമുദ്രത്തിലുള്ള ഒരു കപ്പലിലുള്ള റഡാർ ആയിരിക്കാം. അപ്പൊ ഇതൊരു നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട് മൊത്തത്തിൽ ഒരു നെറ്റ്വർക്ക്ഡ് വാർഫെയറിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ ഇതിന് ശേഷിയുണ്ട്. അങ്ങനെ അതാണ് ഇത് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട, ക്രൂയിസ് മിസൈൽ ആണെങ്കിലും ശരി, ഡ്രോണുകളാണെങ്കിലും ശരി ഒക്കെ ഉള്ള ഒരു പ്രത്യേകത ഈ നെറ്റ്വർക്ക്ഡ് വാർഫെയറിലുമായിട്ട് എത്രമാത്രം ഇന്റഗ്രേറ്റ് ചെയ്യാൻ, അതായത് സംയോജിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ ലക്ഷ്യസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചേരുന്നതിനും പല തരത്തിലുള്ള ഇൻപുട്ടുകൾ ഇതിന് കിട്ടും. ആ ഇൻപുട്ടുകൾ ചിലപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഗ്ലോബൽ നാവിഗേഷൻ സിസ്റ്റം, സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റത്തിലൂടെ ആയിരിക്കും. അതല്ല കടലിലുള്ള ഒരു കപ്പല്
അതിലെ റഡാർ എന്നുള്ളൊരു ഗൈഡൻസ് ആയിരിക്കും. ഇനി അതൊന്നുമല്ല, ചിലപ്പോ മറ്റൊരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ഡ്രോൺ ആകാശത്തിൽ പറക്കുന്നു. അതിൽ നിന്നൊരു വഴികാട്ടി എന്ന സന്ദേശം കിട്ടാം. അപ്പൊ ഒരു കാരണവശാലും ഇതിന് ലക്ഷ്യസ്ഥാനത്തു നിന്ന് ഇതിനെ തെറ്റിക്കാൻ കഴിയില്ല. ഇതാണ് ആധുനിക യുദ്ധത്തിൽ വേണ്ടത്. അതായത് ഈ എറർ പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കണം. ഒരു സൂയിസൈഡ് ഡ്രോണിന്റെ അതിന്റെ കാര്യക്ഷമത എന്നത് അത് കറക്റ്റ് ലക്ഷ്യസ്ഥാനത്ത് പോയി ഇടിച്ചിറങ്ങുക എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇപ്പം 500 കിലോഗ്രാം സ്ഫോടക വസ്തു വഹിക്കുന്ന ഒരു ക്രൂയിസ് മിസൈലിന് വേണമെങ്കിൽ ഒരു 100 മീറ്റർ അപ്പുറത്ത് പോയിട്ടാണ് അത് ഇടിക്കുന്നതെങ്കിലും ചിലപ്പം ഈ ലക്ഷ്യസ്ഥാനത്തിന് കേടുപാടുകൾ സംഭവിക്കും. കാരണം അതിന്റെ സ്ഫോടക ശേഷി അത്രയും. ഇതൊക്കെ പരമാവധി 20 തൊട്ട് 50 കിലോ വരെയൊക്കെയുള്ള സ്ഫോടക വസ്തുക്കളാണ്. അത് 600 കിലോ 500 കിലോ സ്ഫോടക വസ്തു വഹിക്കുന്ന ഒരു മിസൈലുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അപ്പോ തീർച്ചയായിട്ടും ഇതിന്റെ എറർ പ്രോബബിലിറ്റി മിക്കവാറും ഇത്തരം നല്ല ഡ്രോണുകളുടെ കാര്യക്ഷമതയുള്ള ഡ്രോണുകളുടെ ഒക്കെ എറർ പ്രോബബിലിറ്റി 10 മീറ്ററിൽ താഴെയായിരിക്കും. അതിൽ പരമാവധി ലക്ഷ്യസ്ഥാനം തെറ്റിയാൽ ആ ലക്ഷ്യസ്ഥാനത്തിന് ഒരു 10 മീറ്റർ അപ്പുറത്ത് മാത്രമായിരിക്കും ഇത് പോകുന്നത്. അപ്പൊ അത് ഉറപ്പാക്കാനാണ് നമ്മൾ ഈ മുമ്പ് പറഞ്ഞ ഈ പലതരത്തിലുള്ള ഗൈഡൻസ് സിസ്റ്റവും അതുപോലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഒക്കെ ഇതിനെ സഹായിക്കുന്നത്. ഇതിന് 5000 മീറ്റർ വരെ ഉയരത്തിൽ പറക്കാൻ പറ്റും. അപ്പോ ഭൂമിയിൽ നിന്നും ഉയർന്ന തലത്തിൽ പറക്കാനും പറ്റും. 5 കിലോമീറ്റർ 5000 മീറ്റർ എന്ന് പറയുമ്പോൾ 5 കിലോമീറ്റർ ഉയരത്തിൽ പറക്കാം. അതേസമയം താഴേക്ക് വന്നാൽ പ്രതിസന്ധികളൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെട്ടാൽ റഡാറുകളുടെ കണ്ണു വെട്ടിക്കാനായിട്ട് വളരെ താഴ്ന്നു പറക്കാനും പറ്റും. ഒരു 15 മീറ്റർ ഒക്കെ ഉയരത്തിലും പറക്കാൻ പറ്റും. അതൊക്കെ സാഹചര്യം അനുസരിച്ച് ഇതിന്റെ പിന്നെ ഡാറ്റ അനാലിസിസ് അതിൽ തന്നെ അവർ അത് ചെയ്യുമോ. അതായത് ഓട്ടോണമസ് നാവിഗേഷന് ആണ് അതിന്റെ ഒരു പ്രത്യേകത. അതുപോലെ ഓട്ടോണമസ് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇത് വേണമെങ്കിൽ ഒരു നീങ്ങിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്നും വിക്ഷേപിക്കാം. ഒരു മൂവ് ചെയ്യുന്ന ഒരു വാഹനത്തിൽ, അതായത് ട്രക്കുകളിൽ നിന്നും വിക്ഷേപിക്കും. അതുപോലെ തന്നെ അസിസ്റ്റഡ് ടേക്ക് ഓഫ് റോക്കറ്റ് അസിസ്റ്റഡ് ടേക്ക് ഓഫ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് ഈ ഡ്രോണിനോടൊരു ചെറിയ ശക്തിയുള്ള ഒരു റോക്കറ്റ്, ആ റോക്കറ്റ് ഇഗ്നേറ്റ് ചെയ്തിട്ട് ഇത് മുകളിലോട്ട് പോകും. അതല്ലെങ്കിൽ സാധാരണഗതിയിൽ പല ഡ്രോണുകളും കുറച്ച് ദൂരം ഒരു റൺവേ പോലുള്ള ഒരു പ്രതലത്തിലൂടെ, സമനിരപ്പായിട്ടുള്ള ഒരു പ്രതലത്തിലൂടെ അത് വിമാനം പോലെ തന്നെ കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ടാണ് അത് ടേക്ക് ഓഫ് ചെയ്യുന്നത്. പക്ഷേ എല്ലായിടത്തും അതിനുള്ള സാഹചര്യം ഉണ്ടാവത്തില്ല. ഇതിപ്പോ ഒരു കാട്ടിൽ നിന്നാണ് നമ്മൾ വിക്ഷേപിക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഒരു നദിയിലൂടെ നീങ്ങുന്ന ഒരു ബോട്ടിൽ നിന്നായിരിക്കും, വലിയൊരു ബോട്ടിൽ നിന്നായിരിക്കും. അതല്ലെങ്കിൽ കടലിലൂടെ നീങ്ങുന്ന ഒരു കപ്പലിൽ നിന്നായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഈ റോക്കറ്റ് അസിസ്റ്റഡ് ടേക്ക് ഓഫ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത് ഇതിന് ഉപയോഗിക്കാം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഏതൊരു സാഹചര്യത്തിൽ നിന്നും ഇതിന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെയാണ് ഇതിനെ ആകർഷണീയമാക്കുന്നത്. ഇതിന് ഇപ്പൊ ഇറാന്റെ ഒരു ഷഹീദ് ഫാമിലിയിൽപ്പെട്ട ഒരു ഡ്രോണിന്റെ വില ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധാരണഗതിയിൽ 25,000 തൊട്ട് $50,000 വരെയാണ്. അതിന്റെ ഏതാണ്ട് പിന്നെ 2/3 വിലയ്ക്ക് ഇത് വിൽക്കാൻ പറ്റുമെന്നാണ് ഇപ്പൊ കണക്ക് കൂട്ടുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന ടർബോ ജെറ്റ് എഞ്ചിൻ അല്ല ടർബോ ഫാൻ എഞ്ചിൻ ആയാലും അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതാണ്. ഏതാണ്ട് 90-95% ഇതിലെ ഘടകങ്ങൾ തദ്ദേശീയമായിട്ട് സോഴ്സ് ചെയ്യുന്നതാണ്. അത് കാരണം ഇത് വളരെ കുറഞ്ഞ ചെലവിൽ ഇത് നിർമ്മിക്കാമെന്ന് പറയുന്നു. മാസ് പ്രൊഡക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ, വലിയ രീതിയിൽ ഒരു വലിയ ഓർഡറുകൾ കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഷഹീദിന്റെ ഒരുപക്ഷെ പകുതി വിലയ്ക്ക് ഇത് വിൽക്കാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഈ IG ഡ്രോൺ എന്ന് പറയുന്ന ഈ കമ്പനി പ്രകടിപ്പിക്കുന്നത്. ഇവര് ഈ 1000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഡ്രോൺ കൂടാതെ 1500 കിലോമീറ്റർ ദൂരപരിധിയുള്ള മറ്റൊരു ഈ കാൽ ഡ്രോണിന്റെ മറ്റൊരു വെർഷനും ഇപ്പോൾ നിർമ്മിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഈ ഗൾഫിൽ നിന്നൊരു അന്വേഷണം വന്നു എന്ന് ഞാൻ പറയുമ്പോൾ, സാധാരണഗതിയിൽ പണ്ടൊക്കെ ഗൾഫ് രാജ്യങ്ങൾ അവരുടെ ആയുധങ്ങൾക്ക് ആദ്യമൊക്കെ പൂർണ്ണമായിട്ടും അമേരിക്കയാണ് ആശ്രയിച്ചിരുന്നത്. പിന്നീട് അവര് റഷ്യയിൽ നിന്നും ചെറിയ രീതിയിലൊക്കെ ആയുധം വാങ്ങാൻ തുടങ്ങി. ചൈനയിൽ നിന്നും ചെറിയ രീതിയിൽ ആയുധം വാങ്ങുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു ആയുധ ഉൽപാദക രാഷ്ട്രം എന്നുള്ള നിലയിൽ ഇന്ത്യയോട് അവർക്ക് അത്ര വലിയ മതിപ്പില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല. ഇസ്രായേല് ഇന്ത്യയിൽ നിന്നും വൻതോതിൽ ആയുധങ്ങൾ വാങ്ങാമെങ്കിൽ
ആയുധങ്ങളും അതുപോലെ തന്നെ വെടിക്കോപ്പുകളും വാങ്ങാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് വാങ്ങിക്കൂടാ എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ മാത്രമല്ല കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പൊ ഗ്രീസ്, അർമീനിയ ഒക്കെ ഇന്ത്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്നു. അപ്പൊ ഇതൊക്കെയാണ് തീർച്ചയായിട്ടും ഗൾഫിനെ ഈ ഒരു ആയുധത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. ഇത് വാങ്ങാനുള്ള അന്വേഷണങ്ങൾ അവർ നടത്തിയത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോ ഇന്ത്യയുടെ സർക്കാരിന്റെ ക്ലിയറൻസ് അനുസരിച്ച് ഞങ്ങൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നാണ് IG ഡ്രോൺ കമ്പനി പറയുന്നത്. അതായത് ഇപ്പൊ സൗദി പോലുള്ള ഒരു രാജ്യങ്ങൾക്ക് നമ്മൾ ഇത് വിറ്റാല് കറങ്ങിത്തിരിഞ്ഞത് പാകിസ്ഥാന്റെ കൈവശം തന്നെ എത്തുമല്ലോ. അപ്പം ഇത്തരം അത് അങ്ങനെ എത്തില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇവിടെ മുഖ്യമായിട്ടും എനിക്ക് തോന്നുന്നത് ഇന്ത്യ തൽക്കാലം ഗൾഫിൽ നിന്ന് ആരൊക്കെ എൻക്വയറി വന്നാലും UAE, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കല്ലാതെ മറ്റൊരു രാജ്യത്തിനും ഇത് വിൽക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. സൗദി അറേബ്യക്ക് ഇന്ത്യയുടെ അസ്ത്ര ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലിന് താല്പര്യമുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. കാരണം സൗദിയും ആയിട്ട് സൗഹൃദത്തിലാണ് ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാനും അതുപോലെ തുർക്കിയും ഒക്കെ. പുതിയ കരാറൊക്കെ ഉണ്ടാക്കിയല്ലോ. അതെ 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 അവർ തമ്മിലുള്ള ത്രിരാഷ്ട്ര കരാറൊക്കെ ഉണ്ട്. ഇസ്ലാമിക് നാറ്റോ എന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും ഇസ്ലാമിക് നാറ്റോ അല്ല, ഇത് അങ്ങനെ ഒരു വർഗീയ അടിസ്ഥാനത്തിലുള്ള ഒരു കൂട്ടായ്മ അല്ല എന്ന് സൗദി പെട്ടെന്ന് തിരുത്തി. മാത്രമല്ല സൗദി പറഞ്ഞു ഇത് ഒരു മിലിറ്ററി സഖ്യമല്ല, ഇതൊരു റീജിയണൽ സ്റ്റെബിലിറ്റി ഉണ്ട്. അതായത് ഒരു പ്രാദേശിക സ്ഥിരത, ആ ഒരു മിഡിൽ ഈസ്റ്റിന്റെ ഒരു സ്ഥിരതയ്ക്ക് വേണ്ടിയും അതുപോലെ പരസ്പര സഹകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മേഖലയാണ് എന്ന് പറഞ്ഞിട്ട് അവര് അത് തിരുത്തിയിരുന്നു. എന്തായാലും ശരി, ഈ ഒരു നീക്കം ഇന്ത്യയുടെ ഉയർന്നു വരുന്ന ഒരു സ്റ്റാറ്റസ്, അതായത് ഒരു ആയുധ നിർമ്മാണത്തിന് അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ആയുധ നിർമ്മാണത്തിനായിട്ട് ആശ്രയിക്കുന്ന ഒരു രാജ്യം എന്നുള്ള ഇന്ത്യയുടെ ഒരു പദവി, അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ഒരു നീക്കമായിട്ട് വേണം നമുക്ക് ഈ ഗൾഫ് പോലുള്ള രാജ്യങ്ങൾ ആയുധങ്ങൾക്കായിട്ട് ഇന്ത്യയെ സമീപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായതിനെ കുറിച്ച് നമ്മൾ വിശദീകരിക്കേണ്ട അല്ലെ വിലയിരുത്തേണ്ട, അങ്ങനെ വേണം. എന്തായാലും ശരി, ഇന്ത്യയുടെ സ്റ്റാൻഡ് ഓഫ് വെപ്പൺസ് ഈ 1000-1500 കിലോമീറ്റർ ദൂരപരിധി വരെ പോകാൻ ശേഷിയുള്ള മറ്റു ഡ്രോണുകളും ഉണ്ട് ഇപ്പൊ ഇന്ത്യയിലെ. സൂയിസൈഡ് ഡ്രോണുകളും ടാറ്റ ഡിഫൻസ് അഡ്വാൻസ്ഡ് ഡിഫൻസ് ലിമിറ്റഡ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോളർ ഇൻഡസ്ട്രീസ്, അങ്ങനെ പല സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ദിവ്യാസ്ത്ര എന്ന മറ്റൊരു ഡ്രോൺ ഇതേ റേഞ്ച് ഉള്ളതുണ്ട്, 1000 തൊട്ട് 1500 കിലോമീറ്റർ വരെയുള്ള. എന്തായാലും ശരി, ഇതൊരു നല്ല ഒരു മുന്നേറ്റമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഡ്രോണുകളുടെ മേഖലയിൽ വളരെ പിന്നിൽ നിന്ന ഒരു രാജ്യമാണ് ഏതാണ്ട് ഒരു 5-6 വർഷം മുമ്പ് വരെ. ഇപ്പൊ നമ്മളൊരു കുതിച്ചുചാട്ടത്തിലേക്കാണ്. എന്തായാലും ശരി, വരുന്ന ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ ഒരിക്കൽ കൂടി. നന്ദി, നമസ്കാരം.